നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പ്രശസ്തമായ ആറാട്ടുപുഴ പൂരത്തിന്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മളോടൊപ്പം ഉള്ളത് തൃപ്രയാർ മേൽശാന്തി രവി നമ്പൂതിരിയാണ്. ആറാട്ടുപുഴ പൂരത്തിനെ കുറിച്ചിട്ടുള്ള ചരിത്രം എന്താണ്? സാധാരണ പണ്ട് കാലത്തൊക്കെ ഒരു 101 ദേവീദേവന്മാരുടെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. സാന്നിധ്യം അവർ വന്നിരുന്നു ആറാട്ടുപുഴ ദേവസംഗമത്തിന്. പിൽക്കാലത്ത് പിന്നെ അന്ന് നാട്ടുരാജാക്കന്മാരും അതിൻ്റെ അവർ സ്പർദ്ധയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ പ്രകൃതിയോടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ അങ്ങനെയായിട്ട് ഇപ്പോൾ ഒരു 24 ദേവീദേവന്മാരുടെ സാന്നിധ്യമാണ് ഇപ്പോൾ. അപ്പോൾ നേരിട്ട് നമുക്ക് കണ്ടു തൊഴാൻ ഇവരാണെങ്കിൽ 33 കോടി ദേവീദേവന്മാരുടെ സാന്നിധ്യം അവിടെയുണ്ട്. അവർ ശ്രീരാമസ്വാമിക്ക് പുഷ്പവൃഷ്ടി നടത്തുന്നു എന്ന് പറയും. അത്രയും പ്രാധാന്യം ശ്രീരാമസ്വാമിക്കുണ്ട്. അത് ദേവസംഗമം ആ സമയത്ത് എല്ലാ ദേവീദേവന്മാരും ശ്രീരാമസ്വാമി പ്രദക്ഷിണം വയ്ക്കും. അത് ആ പ്രദക്ഷിണവും ദേവസംഗമവും കഴിഞ്ഞതിന് ശേഷമാണ് മന്ദാരം കടവിൽ ആറാട്ട്. അപ്പോൾ അവിടുത്തെ ആ എല്ലാവരുടെയും ആറാട്ട്, ദേവിമാരുടെയും ആറാട്ട് കഴിഞ്ഞതിന് ശേഷമേ അവസാനം തേവരും ഊരാത്തമ്മയും കൂടിയിട്ട് ഒരുമിച്ച് ആറാട്ട്. അതൊരു പ്രത്യേകമായിട്ടുള്ളൊരു സങ്കല്പമായിട്ടുള്ള സമയമാണത്. ഇതിൻ്റെ ഐതിഹ്യം എന്താണ് വരുന്നത്? ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ഭാരതത്തിൽ ഏറ്റവും അതായിട്ട് ധർമ്മിഷ്ഠനായിട്ടുള്ള ശ്രീരാമസ്വാമിയാണ്. അപ്പോൾ മറ്റുള്ള ദേവന്മാർക്ക് ശക്തിയില്ല എന്നുള്ളതല്ല, പക്ഷേ ഏറ്റവും പ്രാധാന്യം ശ്രീരാമനെ കൊടുക്കുന്നത്. അപ്പോൾ ത്രേതായുഗത്തിൽ വിഷ്ണുവിൻ്റെ അവതാരമായിട്ടുള്ള പൂർണ്ണാവതാരം ശ്രീരാമനിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പൂർണ്ണാവതാരവും ധർമ്മവും കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് ഈ മനുഷ്യരാശിക്കും മറ്റേ ജീവജാലങ്ങൾക്കും പ്രകൃതിക്കും എല്ലാം അതിൻ്റെ ഗുണങ്ങൾ കിട്ടാൻ വേണ്ടി ഒരു ദേവസംഗമായിട്ട് സൃഷ്ടിച്ചേക്കണം. അപ്പോൾ പണ്ട് കാശിയിൽ നിന്ന് വരെ അവിടെ ആ സമയത്ത് ആറാട്ടുപുഴ സമയത്ത് കാശിയിലും അടച്ചിട്ട് കൂടി അവിടെ ക്ഷേത്രം അടയ്ക്കും നേരത്തെ പൂജ കഴിഞ്ഞ്. കാരണം അവിടെ കാശി വിശ്വനാഥനും കൂടി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും പ്രാധാന്യം ഈ ദേവസംഗമത്തിനുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിന് മാത്രമല്ല ഒരു ഭൂമിക്ക് തന്നെ ഐശ്വര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും അതിൻ്റെ ഒരു പ്രത്യേക സങ്കല്പത്തിലേക്ക് മനുഷ്യരും ദേവനും ഒന്നായിട്ടുള്ളൊരു പ്രകൃതിയും എല്ലാം കൂടിയിട്ടുള്ളൊരു സംഘമാണ് അവിടെ. ശരിക്കും പൂരം എന്ന് പറയാൻ പറ്റില്ല, അത് ചടങ്ങുകൾക്കും ആചാരങ്ങൾക്കും പ്രാധാന്യമാണ്. അതേപോലെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ വള്ളത്തിലൊക്കെ കൊണ്ടുപോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? അത് എന്താ ശരിക്കും? അത് പിന്നെ സാധാരണ എനിക്കിപ്പോൾ അത് നമ്മൾ പുഴ കടന്ന് പോകണമെന്നാണ് പറയാധികം. അത് പണ്ട് കാലത്തേലും അത് പുഴ കടക്കുമ്പോൾ ഇപ്പോൾ പാലായിരുന്നാലും ഈ ശ്രീരാമസ്വാമി സ്വന്തം പള്ളിയോടത്തിലേ പോകുള്ളൂ. അപ്പോൾ എപ്പോഴും ശ്രീരാമസ്വാമിയുടെ പ്രത്യേകത വെച്ചാൽ സ്വന്തം വീതിയിലൂടെ സ്വന്തം പള്ളിയോടത്തിലൂടെ അങ്ങനെയൊക്കെയാണ് സഞ്ചാരം. അപ്പോൾ എന്താ വെച്ചാൽ അതിന് ഈ പള്ളിയോടത്തിൽ പോകുന്ന ഹനുമാന്റെ ഒരു പ്രധാന സാന്നിധ്യം അതിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഹനുമാനാണ് അക്കരെ കടത്തുന്നത് പറയാം. അപ്പോൾ ഈ പള്ളിയോടത്തിലേക്ക് തേവരും ശ്രീഭൂമിയും കൂടിയിട്ടുള്ള തേവരും അങ്ങോട്ട് പോകുമ്പോൾ ശരിക്കും ആ വെള്ളം പിന്നെ ശരിക്കാണ്ടത് വെള്ളത്തിലേക്ക് കയറി കഴിഞ്ഞാൽ പുഴ വരെ നിശ്ചലാവുമെന്ന് പറയാം. അതേവരെ ഒഴുകിയിരുന്ന പുഴ, കാറ്റ് ഇതൊക്കെ നിശ്ചലായി അദ്ദേഹത്തിന് അക്കരെ കടത്തുന്ന പറയാം. അത് അക്കരയ്ക്ക് കടക്കാനുള്ളൊരു ഉപാധി എന്നുള്ളത് എനിക്ക് കണ്ടാൽ മതി. വേറെ പ്രത്യേകിച്ച് ഒരു ഐതിഹ്യമില്ല അതിൽ. പിന്നെ ഈ പുഴയുടെ പ്രാധാന്യമുണ്ട്. എന്തായാലും തീവ്ര നദി എന്നുള്ളൊരു പ്രാധാന്യം ഈ ശ്രീരാമസ്വാമിയുടെ പാദങ്ങളെ തഴുകി ഒഴുകുക എന്ന് പറയാം. അപ്പോൾ ആ പുഴയ്ക്ക് കൂടി ഒരു പുണ്യമുണ്ട്. അപ്പോൾ പുഴയുടെയും കൂടി ഭാഗ്യമാണത് ശ്രീരാമസ്വാമി ഇറങ്ങി പോകുന്നത്. അതുണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ എന്താണ്? സാധാരണ ഇപ്പോൾ ഈ പൂരക്കാലത്ത് എന്ന് പറഞ്ഞാൽ പൂരം പുറപ്പാടെന്ന് പറയാം. ഉത്സവാദി ചടങ്ങുകളിലെ ഒരു ഇതിൽ കുടിയേറ്റം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഈ ചക്രവർത്തിയായിട്ടുള്ള ഒരു പ്രതിഷ്ഠയും അതിൻ്റെ ഭാവവും അതിൻ്റെ ഒരു പ്രൗഢിയും ഒക്കെയാണ്. അപ്പോൾ പുറപ്പാടെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പുറപ്പെടുന്നു, ദേവൻ പുറപ്പെടുന്നു. ഇപ്പോൾ ദേവനോട് ബന്ധപ്പെട്ട് കാണുന്ന എല്ലാവരും ആ സമയത്ത് അവിടെ ഉണ്ടാവണം. അതായത് ഭക്തരായാലും ജീവനക്കാരായാലും ആരായാലും ഊരായ്മക്കാർ, തന്ത്രി, ആ പുറപ്പെടുന്ന സമയത്തിന് പ്രാധാന്യം. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ പുറപ്പെടുന്നു പറയുമ്പോൾ ആ പുറപ്പാട് കഴിഞ്ഞു. ആ പുറപ്പാട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗർഭഗൃഹത്തിൽ നിന്ന് മണ്ഡപത്തിലേക്ക് ശ്രീരാമസ്വാമി ഇറങ്ങുന്ന സമയമാണ് ഈ പുറപ്പാട് സമയം. അപ്പോൾ ഇത്തവണ നമുക്ക് 1:50, 2:30 ഇടയ്ക്കാണ് പുറപ്പാട് വരുന്നത്. അപ്പോൾ ആ പുറപ്പാട് മണ്ഡപത്തിൽ വെച്ചതിന് ശേഷം അവിടെ ബ്രാഹ്മണിയം പാട്ട്. അതിനുശേഷമാണ് പിന്നെ തേവർ പുറത്തേക്ക് ആനപ്പുറത്ത് ഇറങ്ങി ആദ്യമായിട്ട് സേതുകുളത്തിൽ ആറാട്ട്. അപ്പോൾ ഗ്രാമപ്രദക്ഷിണം ചെയ്യാന്ന് പറയുന്നത്. ഗ്രാമപ്രദക്ഷിണമാണ് പ്രധാനമായിട്ട്. ഇപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറപ്പെട്ട് ഈ ദിവസങ്ങളിലെല്ലാം തൻ്റെ ഭക്തരുടെ ദുഃഖങ്ങൾ അറിയാനും അവർ വെച്ച് സ്വീകരിക്കാനായിട്ടാണ് ഗ്രാമപ്രദക്ഷിണം എന്ന് പറയാം. ഈ ഗ്രാമപ്രദക്ഷിണത്തിൻ്റെ കൂടെ തന്നെ ആറാട്ടുകളും വരുന്ന അർത്ഥം. അപ്പോൾ ഓരോ ദിവസം ഓരോ കുളത്തിൽ ആറാട്ട്. ഇപ്പോൾ ആദ്യത്തെ ദിവസം സേതുകുളത്തിലാണെങ്കിൽ ആ സേതുകുളത്തിൽ ആറാട്ട് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം ഇവിടെ ഉണ്ട്, നടക്ക് തേവര കുളമുണ്ട്, അവിടെ ആറാട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസങ്ങളിൽ ഓരോ ദിക്കിലും ആറാട്ട് തിരിച്ച്. അപ്പോൾ എപ്പോഴും ഈ പൂജകളുടെ ഇതനുസരിച്ചിട്ട് ഉഷപ്പൂജ കഴിഞ്ഞാൽ ഒരു ആറാട്ട്, ഉച്ചപൂജ കഴിഞ്ഞൊരു ആറാട്ട്, ഇതാണ് കണക്ക്. അപ്പോൾ ചിലപ്പോൾ ദിവസം മാറും. ഇപ്പോൾ കാട്ടൂർ പൂരത്തിന് പോകുമ്പോൾ പിറ്റേ ദിവസം കാട്ടൂർ പോകുമ്പോൾ പിറ്റേ ദിവസം വരിക. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്കും പോകുമ്പോഴും അത് പിറ്റേ ദിവസമായാലും ഈ പൂജകൾക്ക് മാറ്റം വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ എപ്പോഴാണ് പോയത് അത് തൊട്ട് എവിടെ വരെയുള്ള പൂജ മുഴുവൻ കഴിയണം. അത് വേറെ എവിടെയില്ല.
തൃദേവർക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. കാരണം ഒരു പൂജ മുടക്കാൻ പാടില്ല, എല്ലാ പൂജകളും വേണം. അപ്പോൾ വന്നു കഴിഞ്ഞാൽ തന്നെ ഇത്ര മണിക്കൂർ വേണം അത് കഴിയാനായിട്ട്. അപ്പോഴേക്കും അടുത്ത ഇതിലേക്ക് പോവാറായി, പറയെടുക്കാനും അല്ലെങ്കിൽ പിന്നെ ഇതിന് പോവാറായി, ആറാട്ടിന് പോവാറായി. അപ്പൊ ഈ ഓരോ ആറാട്ടിന് പോകുമ്പോഴും തിരിച്ചിങ്ങോട്ടേക്ക് വന്നിട്ടാണോ അത് വീണ്ടും പോകുന്നത്? അങ്ങനെയാണല്ലേ? ആറാട്ട് കഴിഞ്ഞ് തിരിച്ചെത്തി കഴിഞ്ഞാൽ വീണ്ടും അതുവരെയുള്ള പൂജകളെല്ലാം കഴിഞ്ഞ്, അത് പുഷ്പൂജ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ തിരിച്ചു വന്നാൽ എതിർത്ത് പൂജ, പന്തിരടി, ശിവേലി, ശ്രീഭൂതബലി, ഉച്ചപൂജ, ശിവേലി, വീണ്ടും പോകും. പിന്നെ തിരിച്ചു വന്നാൽ വീണ്ടും ഇങ്ങനെ തന്നെ. അപ്പൊ പൂജകൾക്കൊന്നും ഒരു മാറ്റമില്ല. പക്ഷെ തേവർ പോയി എല്ലാ ദിക്കിലും പോയി പറയെടുത്ത് ആറാട്ട് കഴിഞ്ഞ് വരണമെന്ന് മാത്രം. അതൊരു പ്രത്യേകതയാണ്. ശ്രീരാമസ്വാമിയും അതുപോലെ തന്നെ ആറാട്ടുപുഴ അമ്പലവും തമ്മിലുള്ള ബന്ധം എന്താണ് വരുന്നത്? ശരിക്ക് ഗുരുവിൻ്റെ സ്ഥാനമാണ് ആറാട്ടുപുഴ ശാസ്താവ്, അങ്ങനെയാണ് പറയാറ്. ഒരു ഐതിഹ്യം പറയുമ്പോൾ അങ്ങനെയാണ് പറയാറ്. അപ്പോൾ ആ ഗുരുവിൻ്റെ സന്നിധിയിൽ വെച്ചിട്ട് ഇങ്ങനൊരു ദേവസംഗമം നടത്തുന്നു. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ നെടുനായകത്വം അല്ലെങ്കിൽ ആധികാരികമായിട്ട് ശരിക്കും ശ്രീരാമസ്വാമിയാണ് അത് ചെയ്യണത്. അത് എൻ്റെ ഒരു നേതൃത്വത്തിൽ ബാക്കി എല്ലാ ദേവീദേവന്മാരുടെയും സംഗമം ഇവിടെ വെച്ചാണ്. അപ്പോൾ ഈ സംഗമത്തിൽ ഭക്തർക്ക് പങ്കെടുക്കാം, അല്ലെങ്കിൽ അവർക്ക് അനുഗ്രഹം കിട്ടാനായിട്ട് പങ്കെടുക്കണം എന്നുള്ളൊരു പ്രത്യേക ഒരു സങ്കല്പമാണ് അതിന്. അപ്പം അത് തേവർ ചെന്നാൽ മാത്രമേ പൂർണ്ണമുള്ളൂ. അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് വരണമെങ്കിൽ ആധികാരികമായിട്ട് തേവരെത്തണം. തേവരെത്തുമ്പോഴാണ് അതിൻ്റെ ഒരു പൂർണ്ണത വരുന്നത്. അപ്പം അത് ആ സംഗമ സമയത്ത് എപ്പോഴും ഒരു 30 കോടി ദേവീദേവന്മാരുടെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ട്. അത് അവർ പുഷ്പവൃഷ്ടി നടത്തണമെന്ന് ശരിക്കും അതിൻ്റെ നമുക്കൊരു അനുഭവം വരണമെങ്കിൽ എപ്പോഴും ഒരു 2 തുള്ളി ഒരു മഴ പെയ്യും. ഈ സംഗമ സമയത്ത് എപ്പോഴും എത്ര ദയാലും ഒരു ലേശൊരു മഴ അവിടെ പെയ്യും. അത് അതിൻ്റെ ഒരു ഐതിഹ്യം പഴയ കാലത്തിൻ്റെ പറഞ്ഞേക്കാട്ട്. അത് ഒരുവിധം എല്ലാ വർഷങ്ങളിലും അങ്ങനെ ഉണ്ടാവാറുണ്ട്. അത് തടസ്സമില്ലാണ്ട്. പിന്നെ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ ശ്രീരാമസ്വാമിയുടെ പ്രതിഷ്ഠകളുണ്ടെങ്കിലും ഈ ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങണം, അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിന് ഈ ദേവൻ്റെ ഈ ശ്രീരാമസ്വാമിയുടെ സന്നിധിയിൽ അല്ല അദ്ദേഹത്തിൻ്റെ ഇതിൽ വേണമെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ദ്വാപര യുഗത്തിൽ ശ്രീകൃഷ്ണൻ പൂജിച്ച വിഗ്രഹമാണ്. അങ്ങനെ ഒരു യുഗത്തിൽ ഒരു ദേവനാൽ ആരാധിച്ച വിഗ്രഹം വേറെ ഉണ്ടാവില്ല. അപ്പോൾ ആ ദേവൻ്റെ ആ ഒരു ചൈതന്യത്തിൻ്റെയും ശക്തിയുടെയും പ്രത്യേകത അതേ വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചത്. മറ്റുള്ള ദിക്കിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഗ്രഹങ്ങൾ വേറെ ആയിരിക്കും. ഇതങ്ങനെയല്ല. ശ്രീകൃഷ്ണൻ പൂജിച്ച അതേ വിഗ്രഹം നമ്മൾ ഈ കലിയുഗത്തിലായാലും നമ്മളിവിടെ പ്രതിഷ്ഠിച്ച് ആ ഒരു ഇപ്പോൾ ചൈതന്യത്തിന് പ്രത്യേകത ഉണ്ടല്ലോ, ആ ഒരു പ്രൗഢി. അപ്പോൾ ചക്രവർത്തികളുടെ പ്രതിഷ്ഠ വരാനും ഈ ക്ഷേത്രത്തിന് ഇത്രയും ഒരു ശക്തിയും പുറത്തേക്ക് അതിൻ്റെ ഒരു പ്രൗഢിയും വരാൻ കാരണം ഇതാണ്. ഒരു ദേവനാൽ ആരാധിച്ചു എന്നുള്ളൊരു പ്രത്യേകത അതിനുണ്ട്. പഴയ കാലത്തെയും ഇന്നത്തെ കാലത്തെയും പൂരം തമ്മിലുള്ള ഒരു വ്യത്യാസം? പൂരത്തിന്റെ ചടങ്ങുകൾക്ക് വലിയ മാറ്റം കാണാനില്ല. പഴയ കാലത്തായാലും ഇങ്ങനെ ചടങ്ങുകൾ സമയങ്ങൾക്ക് മാത്രം ഇപ്പം ഈ പറ സ്വീകരിക്കുക എന്നുള്ളൊരു വന്നപ്പോൾ എന്താ വെച്ചാൽ ധാരാളം പറകളായി. ആ ഒരു മാറ്റമല്ലാതെ കണ്ട് ചടങ്ങുകൾക്ക് മാറ്റില്ല. അപ്പം അന്നും ഇന്നും ഒരേ ചടങ്ങുകൾ തന്നെയാണ്. ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 35 വർഷം മുമ്പ് അല്ലെങ്കിൽ 40 വർഷം 50 വർഷമൊക്കെ പോലെ ആ അതേപോലെ തന്നെ പോകുന്നുണ്ട്. അതിൽ മാറ്റമൊന്നും വരുത്തിയില്ല. ഒരു കാരണവശാലും എവിടെയും മാറ്റം ഇതേവരെ ഒന്നുമില്ല. ഇപ്പോൾ കാരണം ആനപ്പുറത്തായാലും പെഴുന്നള്ളിപ്പിൻ്റെ സമ്പ്രദായമായാലും ആറാട്ടുകുളങ്ങളായാലും അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഇതുകളൊക്കെ ഉണ്ടല്ലോ, അതിനൊന്നും ഒരു മാറ്റം വന്നിട്ടില്ല. ഒരു ദൈവാധീനമാണ്. കാരണം കാലത്തിൻ്റെ മാറ്റം അനുസരിച്ച് ഇതൊക്കെ മാറിപ്പോണ്ട കാലമായി. പക്ഷേ അതൊന്നും ഇല്ലാതെ കണ്ട് പോകുന്നു എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമാണത്. ആറാട്ടുപുഴ പൂരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതെന്താണ്? പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദേവസംഗമ സമയം എന്നുള്ള പ്രത്യേകത തന്നെയാണത്. അതുവരെയുള്ളതിനേക്കാൾ നമുക്ക് തേവരവിടെ എത്തി ദേവസംഗമം നടത്തണം എന്നുള്ളൊരു പ്രത്യേകത തന്നെയാണ്. അതിൽ വേറെ പ്രത്യേകത ഇതൊരു ദൈവിക സങ്കല്പമാണത്. ഇപ്പോൾ സാധാരണ പൂരങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ മാറാട്ടുന്ന പൂരം എന്ന് പറയാൻ പറ്റില്ല. എപ്പോഴും അതൊരു ദേവസംഗമം, ദേവീദേവന്മാരുടെ സംഗമം തന്നെയാണ്. അപ്പോൾ ഭാരതത്തിലെ ആദ്യത്തെ പറയട്ടെ, ഭാരതത്തിലെ ആദ്യത്തെ ഒരു ദേവസംഗം തന്നെ പറയാം. അപ്പോൾ അത് പ്രൗഢിയേക്കാൾ കൂടുതലായിട്ട് നമ്മൾ ആചാരങ്ങൾക്കാണ് പ്രാധാന്യം. അപ്പോൾ ശ്രീരാമസ്വാമി അവിടെ എത്തുന്നു, ദേവസംഗമം നടത്തുന്നു, മന്ദാരംകടവിൽ ആറാട്ട് നടത്തുന്നു. അത് കഴിഞ്ഞ് ശാസ്താവിനോട് ഉപചാരം ചൊല്ലി പിരിഞ്ഞു പോരുന്നു. അപ്പോൾ 7 കണ്ടം കടന്നിട്ടാണ് തേവര യാത്രയാക്കുക. അപ്പോൾ ആ സമയത്താണ് അടുത്ത വർഷം ഇന്ന സമയത്ത് ഞാനിവിടെ നടത്തിക്കോളാം എന്നുള്ളൊരു വിളംബരമായിട്ട് അവിടെ അങ്ങനെ വായിച്ച് കേൾവിയും. അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രത്യേകതകൾ ഉണ്ട്. അത് എപ്പോഴും ഒരു ദൈവിക പരിവേഷം അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു ഫീൽ ചെയ്യുക, ഒന്നും ഒരു ആർഭാടമായിട്ട് നമുക്ക് തോന്നില്ല. ഒക്കെ ഒരു ശക്തി എന്തോ അവിടെ ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അവിടെ വന്നവർക്കൊക്കെ അതിൻ്റെ ഒരു അനുഭവം ഉണ്ടാകും. അതാണ് പ്രത്യേകത. സാധാരണ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മളെപ്പോഴും പറയാ പൂരങ്ങളുടെ പൂരം എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരം എന്നാണ് പറയാ. പക്ഷെ അതിനെക്കാട്ടും വലിയൊരു പൂരമാണ് ആറാട്ടുപുഴ പൂരം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതെ അതെ. അത് ഈ പൂരം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആഘോഷങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ട് തൃശ്ശൂർ പൂരം വന്നത്. ആറാട്ടുപുഴ നമുക്ക് ആഘോഷങ്ങൾക്ക് പ്രാധാന്യം പറയാൻ പറ്റില്ല. അതിൻ്റെ ചടങ്ങ്, ചിട്ടവട്ടങ്ങൾ, സമ്പ്രദായങ്ങൾ അത് വളരെ ലളിതമായിട്ടാണ്. ഒരു എഴുന്നള്ളിപ്പുകൾ, മേളത്തിൻ്റെ സമ്പ്രദായങ്ങൾ, പഞ്ചവാദ്യങ്ങൾ. അപ്പോൾ എപ്പോഴും നമുക്ക് അവിടെ ചെന്ന ഒരു ആഘോഷമായിട്ട് തോന്നില്ല. പക്ഷേ
ദൈവിക ശക്തിയുണ്ട്. അത് വേറെ എവിടെ ഉണ്ടാവില്ല. വേറെ ഒരു പൂരത്തിന് പോയാലും നമുക്ക് അതിൻ്റെ ഒരു വർണ്ണവിസ്മയം അല്ലാതെ കണ്ട് ഒന്നും കാണില്ല എഴുന്നള്ളിപ്പുകളാണ്. പക്ഷെ ഇതങ്ങനെയല്ല, ഇതങ്ങനെയുള്ള യാതൊന്നുമില്ല. ആ ഒരു പ്രത്യേക സ്പിരിറ്റാണത്. നമ്മുടെ മനസ്സിലേക്ക് തന്നെ പോയി തൊഴുത് കഴിഞ്ഞാൽ ഒരു ധൈര്യം വരും. കാരണം അത്രയും പ്രാധാന്യത്തോടുകൂടിയുള്ള ദേവസംഘമാണ്. അതാണ് പറയാൻ കാരണം. ഞാനൊരു പൊതുവെ എൻ്റെ ചെറുപ്പം തൊട്ട് ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ആ ഒരു പൂരം കഴിഞ്ഞ് വരുമ്പോൾ ആ പാടത്ത് ആരും ഉണ്ടായിരിക്കില്ല, ഒറ്റ നിമിഷം കൊണ്ട് എല്ലാവരും അപ്രത്യക്ഷമായിട്ടുണ്ടാവും. എൻ്റെ വീട്ടിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് അത് പ്രേതങ്ങളാണ് എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞു കേട്ടിട്ടുള്ളത്. എത്രത്തോളം സത്യമാണെന്ന് എനിക്ക് അറിയില്ല. അതിനെ കുറിച്ചിട്ട് അത് അങ്ങനെ പറയാറുണ്ട്. അത് ഒരു സത്യമല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അതുവരെ ആരുമില്ലാത്ത സമയത്ത് ധാരാളം പേരുണ്ടാവും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ സമയം കഴിഞ്ഞാൽ എല്ലാവരും ഇവിടുന്ന് പോവുകയും ചെയ്യും, വളരെ ശാന്തമായിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ അത് ഒരു വെറും പറച്ചിലല്ല അത്. കാരണം എപ്പോഴും നമ്മൾ പഴയ കാര്യങ്ങളിൽ നമ്മൾ ഓരോ സങ്കല്പങ്ങൾ പറയുമ്പോൾ അതിനെന്തെങ്കിലും പ്രത്യേകത അപ്പോൾ എപ്പോൾ എന്ത് കാര്യമായാലും പഴമക്കാർ പറയുന്നതിന് എപ്പോഴും ഒരു അർത്ഥം ഉണ്ടാവില്ല. അത് ഇപ്പോഴും നിൽക്കേണ്ടത്. കാരണം അതുവരെ അത്ര തിരക്കില്ലാത്തൊരു സമയത്ത് തേവര് വരിക അല്ലെങ്കിൽ ആ സാന്നിധ്യങ്ങളുണ്ടല്ലോ, ആ സാന്നിധ്യ സമയത്ത് എവിടെ നിന്നില്ലാത്തൊരു തിരക്കുണ്ടാവും. പക്ഷെ നിശ്ചയ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് മാറിപ്പോയി. അത് സത്യമാണ്. ഉത്തരവിളക്കിന്റെ പ്രാധാന്യം അതെന്താണ്? പൂരം പുറപ്പാടിൻ്റെ അന്ന് കൂടൽമാണിക്യസ്വാമിയായിട്ടുള്ള ഭരതൻ, അതായത് ശ്രീരാമസ്വാമിയുടെ അനുജനായിട്ടുള്ള അദ്ദേഹത്തിന് ഇവിടെ വന്ന് പങ്കെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ പങ്കെടുക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് ഉത്തരവിളക്ക്, സാധാരണ ഉത്തരവിളക്ക് എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ട്, ഇല്ല. പക്ഷേ തൃപ്രയാർ ഉത്തരവിളക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂരം പുറപ്പാടിൻ്റെ എന്താണോ ചടങ്ങുകൾ, അതായത് പിന്നെ ആ സമയത്ത് വിളക്ക് കൊളുത്തി എഴുന്നള്ളിച്ച് ആ ബ്രാഹ്മണിയം പാട്ട് എഴുന്നള്ളിപ്പുകളിൽ അതേ ചടങ്ങുകൾ യാതൊരു മുടക്കവും കൂടാതെ ഉത്തരവിളക്കിന് വേണം. അതെന്തായാലും വേറൊരു ക്ഷേത്രത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ അദ്ദേഹത്തിന് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഉത്തരവിളക്ക് എന്നുകൊണ്ട് പ്രൗഢിയോടുകൂടി നടത്തുന്നത്. മാത്രമല്ല ആദ്യത്തെ കുളത്തിൽ ആറാട്ട് പോലെ തന്നെ ഉത്തരവിളക്കിൻ്റെ അതേ കുളത്തിൽ ആറാട്ട് അതെവിടെ ഉണ്ടാവില്ല, എപ്പോഴും വേറെ വേറെ സ്ഥലങ്ങളിലായിരിക്കും. അപ്പോൾ ഇത് ആദ്യവും ഒടുക്കവും ഒരേപോലെ നിൽക്കുന്ന ഒരു സമ്പ്രദായം അല്ലെങ്കിൽ അതൊരു പ്രത്യേകത തന്നെയാണ് ഇവിടുത്തെ. അതുമുണ്ട്. ആറാട്ടുപുഴ പൂരത്തിന്റെ വിശേഷങ്ങൾ നമുക്ക് ഇത്രയും നേരം ഷെയർ ചെയ്തത് തൃപ്രയാർ മേൽശാന്തിയായിട്ടുള്ള രവി നമ്പൂതിരിയാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിനോട് ഒരുപാട് നന്ദിയുണ്ട്, നമുക്ക് ഇത്രയും കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു തന്നതിന് കേട്ടോ. ശരി, ആയിക്കോട്ടെ. ശ്രീരാമൻ.